UDF ഭരണത്തിലെത്തുമ്പോൾ അസംഘടിത തൊഴിലാളികൾക്ക് മുഖ്യ പരിഗണന നൽകുമെന്ന് ഷിബു തെക്കുംപുറം. അസംഘടിത ട്രേഡ് യൂണിയൻ ഐക്യവേദി കോതമംഗലം മേഖലാ കമ്മിറ്റി മെയ് ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ അസംഘടിത തൊഴിലാളികളുടെ കുടിശ്ശികയുള്ള മുഴുവൻ പെൻഷൻ തുകയും നൽകാൻ UDF പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് UDF ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം പറഞ്ഞു. അസംഘടിത തൊഴിലാളികളും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ സംഘടിത ട്രേഡ് യൂണിയൻ ഐക്യവേദി കോതമംഗലം മേഖലാ കമ്മിറ്റി മെയ് ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വലിയ പോരാട്ടം നടത്തിയിട്ടുള്ള മുന്നണിയാണ് UDF. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള വലിയ സമരങ്ങൾ, നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, അതെല്ലാമാണ് ഇന്ന് തൊഴിലാളി വർഗത്തിൻ്റെ വലിയ ആവേശമായി നിൽക്കുന്നത്. അസംഘടിത മേഖലയിലുള്ള തൊഴിലാളികളുടെ പ്രത്യേകമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടൽ നടത്താനായിട്ട് എല്ലാ കാലവും ഐക്യജനാധിപത്യ മുന്നണി ശ്രദ്ധാപൂർവമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പെൻഷൻ പദ്ധതി അവതാളത്തിലായിട്ട് നിരവധി വർഷങ്ങളായി. നമ്മൾ അടയ്ക്കുന്ന അംശാദായം അതുപോലും തിരിച്ചു നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ ഭരണം കൊണ്ടെത്തിച്ചപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. അസംഘടിത തൊഴിലാളികളുടെ കഴിഞ്ഞ 15 മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. പാവങ്ങളുടെയും തൊഴിലാളികളുടെയും പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ തൊഴിലാളി സമൂഹത്തെയും കുടുംബാംഗങ്ങളെയും വഞ്ചിക്കുകയായിരുന്നുവെന്ന് ഷിബു തെക്കുംപുറം കൂട്ടിച്ചേർത്തു. അസംഘടിത ട്രേഡ് യൂണിയൻ ഐക്യവേദി കോതമംഗലം മേഖലാ ചെയർമാൻ AC രാജശേഖരൻ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു മുഖ്യപ്രഭാഷണം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PC ജോർജ് മെയ് ദിന സന്ദേശം നൽകി. കൺവീനർ സുരേഷ് ആലപ്പാട്ട്, മുനിസിപ്പൽ കൗൺസിലർ മിനി മാത്യു, ചന്ദ്രലേഖ ശശിധരൻ, ആന്റണി കോട്ടപ്പടി, VM സുഗതൻ, PK രാജമ്മ, ജെയിംസ് കോറമ്പേൽ, PD എൽദോസ്, ശശി കുഞ്ഞുമോൻ, ജോയ് വർഗീസ്, ജാനകി ശേഖരൻ, CY യൂസഫ്, ജോസ് കൈതമന, ഓമന ചെല്ലപ്പൻ എന്നിവർ പങ്കെടുത്തു. അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഒരു സമരം 24 മണിക്കൂർ ആദ്യം ജോലി ചെയ്തു, പിന്നെ 18 മണിക്കൂർ ജോലി ചെയ്തു, പിന്നെ 16 മണിക്കൂർ ജോലി ചെയ്തു, പിന്നെ 12 മണിക്കൂർ ജോലി ചെയ്തു, പിന്നെ 10 മണിക്കൂർ ജോലി ചെയ്തു. ഏറ്റവും ഒടുവിൽ 8 മണിക്കൂർ ജോലിയാക്കി മാറ്റുവാൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ആ ഒരു വലിയ പ്രക്ഷോഭം സമരം അത് ഏറ്റെടുത്തത് കൊണ്ടാണ് നമ്മുടെ തൊഴിലാളി വർഗത്തിന് മുഴുവൻ 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ വിനോദവും, അതുപോലെ 8 മണിക്കൂർ നമുക്ക് 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ ഉറക്കവും 8 മണിക്കൂർ ജോലിയുമായി നമുക്ക് ക്രമീകരിക്കാൻ കഴിഞ്ഞത്. ആ 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരെ ആശ്രയിച്ച് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം, കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഭരണം, നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളുടേതാകും പൈങ്കിളി എന്ന് പാടി പഠിപ്പിച്ചവർ നമ്മളുടെ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാക്കി പൈങ്കിളി എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലേക്കാണ് ആ പാട്ട് പോയതെന്ന് നിങ്ങൾ ഓർക്കണം. മീഡിയ 60 ന്യൂസ് കോതമംഗലം.